നമ്മുടെ പറമ്പിലും വീട്ടുമുറ്റത്തുമൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഇലച്ചെടിയാണ് തഴുതാമ. ഒരു ചീരയിനം തന്നെയാണ്. പണ്ടത്തെ തലമുറയുടെ ആരോഗ്യരക്ഷ ഇത്തരം ഇലവർഗ്ഗങ്ങളിലായിരുന്നു. ഹാർട്ട്, ലിവർ, കിഡ്നി, കണ്ണ്, സ്കിൻ തുടങ്ങിയ എല്ലാ അവയവങ്ങൾക്കും പരിരക്ഷ നൽകുന്ന ഒരു ചെടിയാണിത്. ഇത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ വേര് നല്ല ആൻറ്റിസെപ്റ്റിക് ഗുണമുള്ളതാണ്. ശ്വാസമുട്ടലുള്ളവർക്കും ചുമ അങ്ങനെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കൊക്കെ തഴുതാമ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം നോക്കാം. ഞാനിതിൻ്റെ വേര് ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റോളം തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് വെള്ളം അരിച്ചെടുത്ത് ഉപയോഗിക്കാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഹോൾ സിസ്റ്റത്തിനെ ക്ലെൻസ് ചെയ്യുന്ന ഒരു ഔഷധം കൂടിയാണ്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ ഒരു കറിയായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് ബാക്കിയെല്ലാം കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു എരിശ്ശേരി പോലെ ഉണ്ടാക്കുകയാണ്. തഴുതാമ എരിശ്ശേരി. ഒരു പാനിലേക്ക് ഇത് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷേ വെന്ത് വരുമ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറയും. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇലവർഗ്ഗം ആവുമ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് നല്ലപോലെ ചേർക്കുക. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. അല്പം മുളക് പൊടി ഇത്രയിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. മറ്റുള്ള ചീര പോലെയൊക്കെ തന്നെ വേഗം തന്നെ വേവും. അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 5 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഇതുപോലെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. കൂടാതെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. 1 ടീസ്പൂൺ ജീരകം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് മഷി പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അത്ര സ്മൂത്ത് പേസ്റ്റ് ഒന്നുമല്ല, ഒരുവിധം ഭംഗിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ തഴുതാമ വെന്തിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. എന്നാലും ഒരു കറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം പിന്നീട് ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പരിപ്പും ഈ തഴുതാമയും കൂടി നല്ലപോലെ ഒന്ന് വെന്ത് തിളച്ച് വരട്ടെ. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ അരപ്പ് കൂടി ചേർക്കാം. വെള്ളം എത്രത്തോളം വേണോ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലരിത് വളരെ കട്ടിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഞാനിത് കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ വളരെ നല്ലതാണ്. വളരെ ടേസ്റ്റും ഉണ്ട്. ഗുണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ്. അല്പം കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. പരിപ്പായതുകൊണ്ട് ഇരുന്ന് ഒന്നുകൂടി കുറുകും. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് അല്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡി. ഇനിയൊരു താളിക്കൽ കൂടിയേ ബാക്കിയുള്ളൂ. അതിനുവേണ്ടി ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ 2 വറ്റൽമുളക് ഇടാം. 5-6 ചുവന്നുള്ളി അരിഞ്ഞതും ചേർക്കാം. ആ ചുവന്നുള്ളി ഒരു ബ്രൗൺ ആവട്ടെ. കറിവേപ്പില ഞാൻ അല്പം കഴിഞ്ഞാണ് ചേർത്തത്. കാരണം അല്ലെങ്കിൽ കളർ മാറിക്കഴിഞ്ഞാൽ തഴുതാമയും കറിവേപ്പിലയും നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ കളർ അധികം മാറണ്ട.
ഈ താളിച്ചതെല്ലാം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായൊരു കറിയാണ്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ ആരോഗ്യകരമായ ഈ ഡിഷ് ഒന്ന് റെഡിയാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും തരണം. താങ്ക് യു ഫോർ വാച്ചിങ്.